ഹലോ. പച്ചമാങ്ങ രസം, ഉടുപ്പി സ്റ്റൈലിൽ. അതിൻ്റെ കൂട്ടത്തിൽ ഉണക്കമീൻ, മാന്തലിൻ്റെ ഒരു ഫ്രൈ കൂടി. നല്ല പുളിയുള്ള ഒരു മാങ്ങ, അതിൻ്റെ കൂട്ടത്തിൽ ഒരു പച്ചമുളകും എടുത്തിട്ടാണ് ഞാൻ ഈ രസം ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്തെടുക്കണം. ഇത് ഇനി ഞാൻ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. ഈ മാങ്ങയ്ക്ക് ഇച്ചിരി കറി ഉണ്ടായിരുന്നു കേട്ടോ, അതാണ് രണ്ടാമത് ഞാൻ പോയി കഴുകാൻ പോയത്. ഇടയ്ക്ക് ഞാൻ ഒരു പീസ് കഴിച്ച് നോക്കിയായിരുന്നു കേട്ടോ, ഭയങ്കര പുളിപ്പായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്, അത് കുഞ്ഞു കഷ്ണമാക്കി മുറിച്ചിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അത് മിക്സി എടുക്കാനാണ് പോയിരിക്കുന്നത്, മിക്സി ജാറ്. അതിലേക്ക് ഞാൻ ഈ കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമാങ്ങയും പച്ചമുളകും മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത് ഇത്രയും ഒരുമിച്ചിട്ടിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ മിക്സ് ചെയ്ത്, അതായത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടിച്ചെടുത്തു. ഇത് ഞാനൊരു അടുപ്പിലൊരു പാത്രം വെച്ചിട്ട് കുറച്ച് വെള്ളം കൂടി മിക്സിയിലേക്ക് ഒഴിച്ചു. അത് അത്രയും ഒന്ന് ക്ലീൻ ചെയ്യും, അതായത് നമ്മൾ കഴുകിയെടുക്കത്തില്ലേ, അത് മൊത്തം കഴുകിയെടുത്തിട്ട് മിക്സിയിലെ വെള്ളം കൂടി എടുത്തിട്ട് ഒഴിച്ചു. അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചാറ് നല്ല ലൂസ് പരുവത്തിലാക്കി എടുക്കുക, ഇല്ലെങ്കിൽ കുറച്ച് തിക്കായിട്ട് എടുക്കുക. ഇതിനി ഞാൻ ഒരു 5 മിനിറ്റ് തിളപ്പിക്കാനാണ് പോകുന്നത്, മീഡിയം ഫ്ലെയിമിൽ. ഞാൻ എടുത്തപ്പോഴത്തേക്ക് 1-2 തരിയായിട്ട് അവിടെ ഇവിടെയും 2 കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിലും പ്രശ്നമില്ല, കാരണം ഇത് നല്ലോണം വെന്ത് ബോയിലായി വരുമ്പോഴത്തേക്ക് മാങ്ങ കഷ്ണം കുറച്ച് സോഫ്റ്റാവും. അപ്പോൾ അന്നേരം തവി കൊണ്ട് മാഷ് ചെയ്തെടുത്താൽ മതി. അഞ്ച് മിനിറ്റത്തേക്കാണ് തിളപ്പിക്കാനായിട്ട് വെച്ചത്. ഈ സമയം കൊണ്ട് ഞാൻ നമ്മുടെ ഉണക്കമീൻ മാന്തൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചതിന് ശേഷം ഉപ്പും മുളകും, വേറൊന്നുമല്ല മഞ്ഞൾപ്പൊടിയും സാധാരണ ഇടുന്ന മാതിരി തന്നെ ഇതിലേക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. ഷാലോ ഫ്രൈ ആവശ്യമുള്ള അത്ര എടുത്തിട്ടുണ്ട് ഒരു നേരത്തേക്ക് വേണ്ടിയിട്ട്. ഇത് പാക്കറ്റ് തുറന്നുകൊണ്ട് തിരിച്ച് അതുപോലെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാനൊരു മടി, അപ്പം വേറൊരു പ്ലാസ്റ്റിക് കവർ തപ്പിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഫ്രിഡ്ജിൽ നോക്കിയപ്പോഴത്തേക്ക് ഫ്രീസറിൽ തന്നെ ഞാൻ നേരത്തെ ഉപയോഗിച്ച് ബാക്കി വന്ന ഉണക്കമീനും കൊഞ്ചുപൊടിയൊക്കെ ഒരു കവറിൽ വിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു സിപ്പ് ലോക്കിൽ. അതിൽ തന്നെ ഇതും എടുത്ത് വെച്ചിട്ട് അതിൻ്റെ എയർ കളഞ്ഞിട്ട് സിപ്പ് ചെയ്ത് വെച്ചു. ഇല്ലയെന്ന് വെച്ചാൽ വല്ലാത്ത സ്മെല്ലായിരിക്കും, പിന്നെ ബാക്കി ഫുഡിൽ ഇത് സ്പ്രെഡ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. മീൻ കഴുകിയെടുക്കാനായിട്ട് ഉപ്പിട്ട മീനായിരുന്നു കേട്ടോ. ഇതിൽ നല്ലോണം വെള്ളമൊഴിച്ച് കഴുകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അത് നോക്കിയപ്പോഴത്തേക്ക് എല്ലാം നല്ല ക്ലീനായിട്ടായിരുന്നു, ഒരു തരി പോലും മണലോ ഉപ്പോ അങ്ങനെ ആവശ്യമില്ലാത്ത വേസ്റ്റോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഒരുവിധം എൻ്റെ മനസ്സിന് ഒരു സമാധാനത്തിന് വേണ്ടി ഒന്ന് കഴുകിയിട്ട്
2 കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു. എന്നിട്ട് നമ്മുടെ ചേരുവകൾ സാധാരണ ഇടുന്ന അതേ ചേരുവകളൊക്കെ ചേർത്തിട്ട് പിടിക്കാനായിട്ട് മാറ്റിവെച്ചു. ഈ സമയം കൊണ്ട് എൻ്റെ രസം, പച്ചമാങ്ങ രസം നല്ലോണം തിളച്ച് കഴിഞ്ഞു. ഞാനിനി കടുക് താളിക്കാൻ പോവുകയാണ്. അതിൽ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ, അതായത് റീഫൈൻഡ് ഓയിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. കടുക്, ജീരകം, വറ്റൽമുളക്, കരിവേപ്പില, കായപ്പൊടി, പിന്നെ കുറച്ച് ശർക്കരയും കൂടി ഞാൻ അതിൽ നേരിട്ട് ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട്. അതായത് ഇതെല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഒന്ന് സമീകരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതെല്ലാം കൂടി ഇട്ടപ്പോഴത്തേക്ക് ആ കടുകെല്ലാം പൊട്ടിത്തെറിച്ച് അപ്പുറത്ത് നല്ല ചൂടായിരുന്നു, ഫ്യൂംസൊക്കെ വരാൻ തുടങ്ങി. പിന്നെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ ശർക്കരയാണ് ഞാൻ അതിലിട്ടത്. എന്നിട്ട് കായം കൂടി ചേർക്കുന്നുണ്ട് കടുക് വറുത്തതിൽ. അങ്ങനെ എൻ്റെ മാങ്ങ രസം ഉടുപ്പി സ്റ്റൈൽ റെഡിയായി. കാണിച്ചു തരാം. നോക്കി എന്ത് രസമായിട്ട് വന്നിരിക്കുന്നു. അടച്ചു വെച്ചു. അടുപ്പില്ലാടുത്ത് മാറ്റി വാങ്ങി വെച്ചിട്ടുണ്ട്. കടുക് വറുത്ത അതേ പാനിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഞാൻ ഈ തേച്ച് പിടിപ്പിച്ച് വെച്ച ഉണക്കമീൻ, പൊടികളൊക്കെ തേച്ച് പിടിപ്പിച്ച് ഉണക്കമീൻ ചെറുതായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് പോകുന്നത്. അധികം എണ്ണയൊന്നുമില്ല. പേരിന് കുറച്ച് ഓൾറെഡി അതിനകത്ത് കുറച്ചുണ്ടായിരുന്നു, പറ്റി പിടിച്ചെടുപ്പായിരുന്നു. ചെറുതായിട്ടൊന്നും ആയിരുന്നു കണ്ടപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചിട്ടു. എന്നിട്ട് കുറച്ച് എണ്ണയുടെ കുറവുള്ളതുപോലെ തോന്നി. അതുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി എടുത്ത് വെക്കുന്നുണ്ട്. ഒരു ജാറിൽ കുറച്ച് എണ്ണ എടുത്ത് വെക്കും. ഒരു ബ്രഷ് കൊണ്ടാണ് ഒഴിക്കുന്നത്. കാരണം കൂടുതൽ വീഴാണ്ടിരിക്കാൻ വേണ്ടി സ്പൂണിട്ടോ നേരിട്ടോ ഒഴിക്കുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും അതിലേക്ക് വരുന്നത്. അതുകൊണ്ട് പേരിന് ആവശ്യത്തിന് എണ്ണ മാത്രം തൂക്കിയെടുത്തിട്ട് 1-2 വട്ടം തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഉണക്കമീൻ ഫ്രൈ ചെയ്തെടുത്തു. അങ്ങനെ എൻ്റെ ഊണിന് ഇന്ന് പച്ചമാങ്ങ രസം, ഉണക്കമീനിൻ്റെ വറുത്തെടുത്തതും പിന്നെ അതിനോടൊപ്പം തൈര് സാലഡ് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. ഇത് നോക്കിക്കേ എന്താ കളറ്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ആ ശർക്കരയും കൂടി ഇട്ടപ്പോഴത്തേക്ക് പച്ചമാങ്ങയിൽ, അതായത് പുളിപ്പും ഉപ്പും ഒന്നും എക്സസ്സായിട്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഈവൻ പച്ചമാങ്ങയിൽ പച്ചമുളക് അരച്ചിട്ടാണ് ഇടുന്നത്. അതിൻ്റെ എരിവോ അങ്ങനെ കൂടുതലൊന്നുമില്ല. എല്ലാം കറക്റ്റ് പ്രൊപ്പോർഷനായിരുന്നത്. പുളിപ്പിന് പുളിപ്പ്, ഉപ്പിന് ഉപ്പ്, എരിവിന് എരിവും എല്ലാം കറക്റ്റായിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഉണക്കമീനും കൂടി ആ ഫ്രൈ. ഇനി എന്താ വേണ്ടത്? നമുക്ക് നാട്ടിൽ ഇത് ലാവിഷായിട്ട് കിട്ടുന്ന സാധനം പച്ചമാങ്ങ. സ്ഥിരം രസം വെക്കുന്ന മാതിരി വെക്കാണ്ട് ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഇതൊക്കെ വെച്ചിട്ടൊന്ന് രസം വെച്ച് നോക്കിക്കോളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു ചേഞ്ച് വേണ്ടേ? എപ്പോഴും ഒരേപോലത്തെ രസവും തക്കാളി രസവും പുളിവെള്ളവും ഒക്കെ ഇട്ടിട്ട് ചെയ്യുന്നതിന് പകരം അപ്പോൾ ബൈ.